പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി PG ഹിസ്റ്ററിയുടെ ഭാഗമായി ഫോർത്ത് സെമസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന NH1 നൂറ്റിപ്പത്ത് എന്ന കോഴ്സിലെ എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ആ പേപ്പറിന്റെ ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ യൂണിറ്റിന്റെ പേര് അണ്ടർസ്റ്റാൻഡിംഗ് ദ urban ഹിസ്റ്ററി എന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. അപ്പൊ നമ്മുടെ ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് ദ urban ഹിസ്റ്ററി, അത് നമ്മുടെ യൂണിറ്റ് ഹെഡ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു urban റൂറൽ എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു. urban എന്ന് പറയുന്നത് ഒരു നഗരത്തെയാണ്, റൂറൽ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും വ്യത്യാസങ്ങളെ കുറിച്ചും ആ ഒരു വ്യത്യാസങ്ങളുടെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ വൈവിധ്യവൽക്കരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് urban ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു, urban ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞു, urban സിറ്റി സൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ വ്യത്യസ്ത urban ഇന്റർഡിസിപ്ലിനറി പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ഈ പാഠത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരിക്കലും കൂടി urban റൂറൽ എന്ന കോൺസെപ്റ്റ് പറയുകയാണ്. urban എന്ന് വിചാരിച്ചാൽ ഒരു നഗരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് urban എന്ന് പറയുന്നത്. റൂറൽ എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. urban റൂറൽ എന്നിവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. urban എന്ന് പറയുന്നത് ഒരു വലിയ നഗരത്തെ, അതോടൊപ്പം തന്നെ വലിയ ബിൽഡിംഗ്, വലിയ ഫ്ലാറ്റുകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് urban എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ റൂറൽ എന്ന് വരുമ്പോൾ റൂറൽ എന്ന പദത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു കൃഷിയെ കേന്ദ്രീകരിച്ചുള്ള ജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തി അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളായിരിക്കാം. അവരുടെ ജീവിതം എന്ന് പറയുന്ന അത്ര മെച്ചപ്പെട്ട ജീവിതമൊന്നും ആയിരിക്കില്ല. അവർക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശമ്പളത്തിൽ നിന്ന് അവരുടെ മിതമായ ആവശ്യങ്ങൾ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും റൂറൽ എന്ന പ്രദേശത്തുണ്ടാവുക. എന്നാൽ urban എന്ന പ്രദേശത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഉള്ള ജനങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുകളുണ്ടാവും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവകാശ കഴിവുണ്ടാവും. എന്നാൽ നമ്മൾ റൂറലിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചിലപ്പം ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവുകളും ഒന്നും തന്നെ ഉണ്ടായിരുന്നു വരില്ല. അതേപോലെ തന്നെ ഇവരുടെ ആശയങ്ങളും ആദർശങ്ങളിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. urban എന്ന കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് ചില പുരോഗമനപരമായ മനോഭാവങ്ങളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടും. എന്നാൽ റൂറൽ എന്ന കൺസെപ്റ്റിലേക്ക് ആകുമ്പോൾ അവരുടെ പാരമ്പര്യത്തിൻ്റെതായ അല്ലെങ്കിൽ അവരുടെ മതത്തിലെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരുടെ ആരാധന രീതിയിൽ അവര് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾക്ക് റൂറൽ എന്ന പ്രദേശത്തേക്ക് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ urban റൂറൽ എന്ന കോൺസെപ്റ്റ് ഒറ്റയ്ക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പേപ്പറിലുള്ള മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ നമുക്കിന്ന് നമ്മുടെ പേപ്പറിലേക്ക് കടന്നു വരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് urbanism as a comparative method എന്ന്. നമുക്കറിയാം urbanism എന്നത് ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇത് ഒരു റൂറൽ ആൻഡ് urban, അതൊരു കമ്പാരിറ്റീവ് മെത്തേഡ് ആണ്. അവിടെയുള്ള ജനങ്ങളുടെ ആരാധനകള്, അവരുടെ ജനങ്ങളുടെ വിശ്വാസങ്ങള്, ഭക്ഷണ രീതി, അതേപോലെ തന്നെ അവരുടെ ആശയങ്ങള്, ആദർശങ്ങള് എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് urbanism. സോ നമ്മൾ പറയുന്നു urbanism is a comparative method. urbanism എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കമ്പാരിറ്റീവ് മെത്തേഡാണ്. ഇതിൽ സിമിലാരിറ്റീസ് ഉണ്ടാവാം, സമൂഹങ്ങൾ തമ്മിൽ ഡിഫറൻസും ഉണ്ടാവാം, അതേപോലെ തന്നെ സിമിലാരിറ്റീസും ഉണ്ടാവാം. urban ഹിസ്റ്ററിയിൽ ഹെട്രോജീനിയസ് ജനങ്ങൾ ഉണ്ടാവാം, എന്നാൽ ഹോമോജീനിയസ് ജനങ്ങളായിരിക്കും നമ്മൾ എവിടെ ഉണ്ടാവാം, നമ്മളെ റൂറൽ ഹിസ്റ്ററിയിൽ ഉണ്ടാവുക. ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ജനങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരേ ആശയങ്ങളും ആദർശങ്ങളും പിന്തുടരുക. എന്നാൽ ഹെട്രോജീനിറ്റി, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരേപോലെയുള്ള ആശയങ്ങളായിരിക്കില്ല. അവർ തമ്മിൽ ചിലപ്പോൾ ഡിഫറൻസും ഉണ്ടാവാം, അതേപോലെ തന്നെ സിമിലാരിറ്റീസും ഉണ്ടാവാം. ഈ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് urbanismത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ ഈ ഒരു കമ്പാരിറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് സഹായിക്കും. അവരുടെ ആശയങ്ങള്, അവരുടെ ആദർശങ്ങള്, അവരുടെ ജീവിത നിലവാരം, അവരുടെ ഭക്ഷണം എന്നിവയെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ കമ്പാരിറ്റീവ് മെത്തേഡിലൂടെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ധാരാളം ഡാറ്റകൾ, ദത്തങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മേഖലയിൽ നമ്മൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഴത്തിലുള്ള ഒരു പഠനം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എംപിരിക്കൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു മേഖലയിൽ മുന്നോട്ട് വെക്കുന്നത്. എംപിരിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടുള്ള പഠനത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. urbanismത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ആ ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കുക, എന്തായാലും ആ ഒരു പ്രദേശം സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളെ കുറിച്ച്, അവിടെയുള്ള ജനങ്ങളുടെ വസ്ത്രങ്ങളെ കുറിച്ച്, ആഹാരത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന റൂട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ
വ്യക്തി urban ഹിസ്റ്ററിയെ കുറിച്ച് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പാരിറ്റീവ് മെത്തേഡ് ആണെന്ന് പറയാം. കാരണം ആ വ്യക്തി നമ്മുടെ റൂറൽ മേഖലയിലും വന്നിട്ടുണ്ടാവും. അവിടെ നിന്നും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്നും അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു എംപിരിക്കൽ സ്റ്റഡിയാണ്. കാരണം നമ്മൾ നേരിട്ട് ഒരു പ്രദേശത്തേക്ക് വരികയും ആ ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഏത് നമ്മുടെ ഓർഗനിസത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ് മെത്തേഡ് ആണ് നമുക്ക് പറയാം. ഇതില് നമ്മൾ അർബനിസം ഇസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് urbanism is a structure of everyday life. അതായത് ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് തുടങ്ങിയതിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് urbanism ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അർബനിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് urbanism is a everyday life എന്നാണ്. അതായത് ഒരു വ്യക്തിയുടെ ദൈനംദിന റൂട്ടീന്, ആ വ്യക്തിയുടെ നടത്തം, ആ വ്യക്തിയുടെ ഉറക്കം, ആ വ്യക്തിയുടെ ഫുഡ്, ആ വ്യക്തിയുടെ സ്ലീപ്പ്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഭക്ഷണം തുടങ്ങിയവയൊക്കെ കേന്ദ്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള എവറിഡേ ലൈഫിനെയാണ് നമ്മൾ എന്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് അർബനിസം ആസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന ഒരു ആശയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇന്ററാക്ഷൻ ആണ്, ലോക്കലും ഗ്ലോബൽ പ്രോസസ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ. നമ്മൾ പറഞ്ഞു റൂറലും ഏർബനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് ആണ് ഇതിലൂടെ സാധ്യമാകുന്നത്. അതുപോലെ തന്നെയാണ് ലോക്കലും ഗ്ലോബലും എന്ന കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ലോക്കൽ എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന റൂറൽ ഏരിയ ആണെങ്കിൽ ഗ്ലോബൽ എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ കുറച്ച് ഹൈലി ഡെവലപ്ഡ് ആയ ജനങ്ങൾ താമസിക്കുന്ന urban ഹിസ്റ്ററിയെ സൂചിപ്പിക്കാനാണ് ഗ്ലോബൽ എന്ന പദം ഉപയോഗിക്കുന്നത്. സോ ഇതൊരു ഇന്ററാക്ഷൻ സ്റ്റഡിയാണ്. സോ ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഗ്ലോബൽ ആൻഡ് ലോക്കൽ പ്രോസസ് തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത് urbanism is a കമ്പാരിറ്റീവ് സ്റ്റഡി എന്നതിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടത് നമ്മൾ ധാരാളം സോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം സോഴ്സുകൾ, ഗുണമേന്മയുള്ള സോഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ആ ഒരു സ്ഥലത്ത് പോവുകയും ആ ഒരു റോ മെറ്റീരിയൽ ശേഖരിക്കുകയും അവിടെയുള്ള ജനങ്ങളുടെ ഫുഡ് കണ്ടു മനസ്സിലാക്കുകയും അവിടുത്തെ സിറ്റികൾ നോക്കി കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ധാരാളം സത്യസന്ധമായ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചരിത്രം മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് അർബൻ സെന്റേഴ്സും അതേപോലെ തന്നെ റൂറൽ സെന്റേഴ്സും തമ്മിലും അതേപോലെ തന്നെ റിച്ച് പീപ്പിളും അതേപോലെ തന്നെ പുവർ പീപ്പിളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ടോട്ടൽ ഹിസ്റ്ററിയാണ്. അതായത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ കുറച്ച് സമ്പന്നമായ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ്. സോ ദിസ് ഈസ് കോൾഡ് എസ് ഇൻ എ ടോട്ടൽ ഹിസ്റ്ററി ആൻഡ് ദിസ് ഓൾസോ മെൻഷൻ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് നമ്മുടെ വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ റൂറൽ മേഖലയിലുള്ളവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് കുറവായിരിക്കും, സമ്പത്ത് കുറവായിരിക്കും. എന്നാൽ നമ്മുടെ അർബൻ മേഖലയിലുള്ള ജനങ്ങൾക്ക് സമ്പത്ത് കൂടുതൽ തന്നെയായിരിക്കും. സോ ഇതൊരു നമ്മളെ ഡിസ്ക്രിമിനേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനില്, വെൽത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇതിലൂടെ മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ റാപ്പിഡ് അർബനൈസേഷൻ ഇതിലൂടെ നമുക്ക് കാണാവുന്നതാണ്. റാപ്പിഡ് അർബനൈസേഷൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മള് ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ അർബനൈസേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. കാരണം ഉന്നത വർഗക്കാർക്ക് അതെന്തുകൊണ്ട് നല്ലത് തന്നെ, പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അർബനൈസേഷൻ അവരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് വേർതിരിവ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് അർബനിസം നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എസ് എ കമ്പാരിറ്റീവ് മെത്തേഡ് ആണ്. അർബനിസം എസ് എ കമ്പാരിറ്റീവ് മെത്തേഡ് എന്നതാണ്. കാരണം അർബനിസം ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് ആണ്. എവറിഡേ ലൈഫ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് urbanism എന്നുള്ളത്. അത് റൂറൽ മേഖലയുള്ള ജനങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ അർബൻ മേഖലയുള്ള ജനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു മേഖലയാണ് urbanism എന്ന് പറയുന്നത്. സോ അതൊരു കമ്പാരിറ്റീവ് മെത്തേഡ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇനി ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് urbanism. ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് urbanismത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്താണെന്ന് അറിയിക്കാം. നമ്മളെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഹിസ്റ്റോറിയോഗ്രാഫി, അതായത് ചരിത്ര രചനയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പറയുന്നത് അർബനിസത്തിന്റെ ചരിത്ര രചനയെ കുറിച്ചാണ്. 19ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ടേക്ക് വരുന്നത്. ഇതൊരു ഇന്ററാക്ഷൻ ആണ്. അതായത്
ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മുടെ urbanismത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, പരീക്ഷണമാണ്. നമ്മുടെ സിറ്റിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റിനെ കുറിച്ചുള്ള, ആ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പരീക്ഷണാത്മകമായ ഒരു സ്റ്റഡിയാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് urbanism എന്ന് പറയുന്നത്. ഈ ഒരു വെറൈറ്റി സ്റ്റോർ ഓഫ് വൺ, അതായത് നമുക്ക് വെറൈറ്റി, അതായത് നമുക്ക് റൂറലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അർബനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് സ്റ്റോർസ്, അതായത് വെറൈറ്റി ഇൻഫർമേഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആക്കുന്ന ഒരു പഠന രീതിയാണ് അർബനിസത്തെ കുറിച്ചുള്ള ചരിത്രരചന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥതയിലുള്ള മാറ്റങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടോട്ടാലിറ്റി ആണ്, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ദി ടോട്ടാലിറ്റി. അതായത് നമ്മുടെ ജനങ്ങളിലെ റൂറൽ ഹിസ്റ്ററിയെ കുറിച്ചും അർബൻ ഹിസ്റ്ററിയെ കുറിച്ചും പഠിക്കുമ്പോൾ ഒരു ടോട്ടാലിറ്റി ഓഫ് സ്റ്റഡിയാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഉന്നത വർഗത്തിലുള്ള ജനങ്ങളെ കുറിച്ചും പറയുന്നത്. അപ്പോ ഇതൊരു മേധാവിത്വം അല്ലെങ്കിൽ നമ്മൾ സബാൾട്ടൻ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ ഒരു വിഭാഗം മാത്രം, അല്ലെങ്കിൽ കീഴാളുടെ ചരിത്രം പഠിക്കാനാണ് നമ്മൾ സബാൾട്ടൻ ഹിസ്റ്ററി പഠിക്കുന്നത്. അതുവരെ ഉന്നത വിഭാഗത്തിന്റെ ചരിത്രമാണ് എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ urbanismത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണക്കാരായ ജീവിതത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഉന്നത വിഭാഗങ്ങളായ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് urbanismത്തിന്റെ ചരിത്രരചന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടോട്ടാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യകാലഘട്ടത്തിൽ രാജാവും കീഴടക്കുന്നവര് യുദ്ധം ചെയ്യുന്നവര് എന്നൊരു രീതിയിലാണ് ചരിത്രം മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ പിന്നീട് അത് മാർജിനൈസ്ഡ് പീപ്പിൾ, അൺടച്ചബിൾസ്, ഇന്നത്തെ ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതായത് ആദ്യകാലത്ത് അർബനിസം ഫോക്കസ് ചെയ്തിട്ടുള്ളത് രാജാവും അതേപോലെ തന്നെ കീഴടക്കുന്ന യുദ്ധ പ്രഭുക്കന്മാരെ തുടങ്ങിയവരെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയവരാണ് നമ്മളെ പഠന വിഷയത്തിലേക്ക് അർബനിസത്തിലേക്ക് വരുന്ന പ്രധാന വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് വിചാരിച്ചാൽ ഹിസ്റ്ററി ഓഫ് അർബനിസം എന്നാണ്. അതായത് അർബനിസത്തിന്റെ ചരിത്രരചനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അടുത്ത ടോപ്പിലേക്ക് വരുമ്പോൾ മോഡേൺ സ്റ്റഡീസ് ഓഫ് അർബനിസം, അതായത് ഇതിനെക്കുറിച്ചും അർബനിസത്തിനെ കുറിച്ചുള്ള ആധുനിക പഠനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായും രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഹെൻറി പെറണെ ആൻഡ് മാക്സ് വെബർ എന്നീ രണ്ട് ചരിത്രകാരന്മാർക്ക് അർബനിസത്തിൽ ഉണ്ടായ ആശയത്തെ കുറിച്ച്, അവർക്ക് അർബനിസത്തിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് വിചാരിച്ചാല് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, വ്യവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് urbanism ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾ നേരിട്ടാണ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നതെങ്കിൽ വ്യവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ചില പുത്തൻ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പുത്തൻ മെഷീൻസ് വന്നു. ഈ മെഷീൻസിന്റെ ഫലമായിട്ട് നമ്മളെ ജനങ്ങളുടെ ജോലി കുറയുകയും ഈ ജോലികൾ മെഷീൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതിന്റെ 3 ഇരട്ടി ഏതിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു? നമ്മുടെ മെഷീൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നു. സ്വാഭാവികമായിട്ടും അവിടെ അർബനിസം അല്ലെങ്കിൽ നഗരവൽക്കരണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നു. ആ നഗരവൽക്കരണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു, നമ്മളൊരു സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ ജനങ്ങളെ അല്ലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. കൂടിയാൽ ഒരു വീട്ടില് 5 പേരോ 4 പേരോ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബങ്ങളായിരിക്കും. എന്നാൽ നമ്മളൊരു നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നു. അപ്പൊ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാവും, അതായത് ജനസാന്ദ്രത അധികമാവുന്ന, അതായത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണും. അതിന്റെ ഫലമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് കുറേയധികം ജനങ്ങൾ താമസിക്കും, സ്വാഭാവികമായിട്ടും നമുക്ക് ശുദ്ധി അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ശുചിത്വത്തിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോൾ സ്വാഭാവിക നമുക്ക് എന്ത് വരും? അസുഖങ്ങൾ വരും. ഈ ഓവർ ക്രൗഡിങ് കാരണം നമുക്ക് അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് കാരണം പോവർട്ടി അനുഭവപ്പെടും. കാരണം എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം എത്തിക്കാനുള്ള ഒരു കഴിവ് വേണം അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? പോവർട്ടി അനുഭവം. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആദ്യകാലത്തെ നൊസ്റ്റാൾജിയ, അതായത് റൂറൽ ലൈഫിന്റെ നൊസ്റ്റാൾജിയ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഏതിലേക്ക് വരുന്നത്? നമ്മുടെ അർബൻ ലൈഫിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ
ഒരു സിറ്റി ഉണ്ടാകുന്നതും ആ സിറ്റിയുടെ ഭൗതികപരമായും അതേപോലെ തന്നെ അതെ ഭൗതികപരമായിട്ടുള്ള ഒരു ഡീക്കെ, മോറൽ ആൻഡ് ഫിസിക്കൽ ഡീക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കാണാം. ഒരു സിറ്റി വളരുന്നതോടൊപ്പം തന്നെ ആ സിറ്റി തളരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അർബനിസത്തിന് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഹെൻറി പെർണയുടെ അഭിപ്രായത്തില് അർബൻ റവല്യൂഷൻ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഹെൻറി പെർണെ എന്ന ഹിസ്റ്റോറിയൻസ് പറയുന്നത് വിചാരിച്ചാൽ യൂറോപ്പിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അർബനിസത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ആര് വാദിക്കുന്നത്? ഹെൻറി പെർണെ വാദിക്കുന്നത്. അതായത് യൂറോപ്പിലും ഏഷ്യയിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ധാരാളം മാറ്റങ്ങൾ ഓർഗനിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹെൻറി പെർണെ അഭിപ്രായപ്പെടുന്നത്. യൂറോപ്യൻ സിറ്റീസ് 20th സെഞ്ചുറിക്ക് ശേഷമാണ് എമേർജ്ഡ് ചെയ്യുന്നത് എന്നാണ് ഹെൻറി പെർണെ അഭിപ്രായപ്പെടുന്നത്. ഹെൻറി പെർണയുടെ അഭിപ്രായത്തില് യൂറോപ്പില് ഓർഗനിസത്തിന്റെ ഫലമായിട്ട് അവിടെ ഒരു റവല്യൂഷൻ, അതായത് ഒരു വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഹെൻറി പെർണെ അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ അവിടെ ഒരു 20th സെഞ്ചുറിക്ക് ശേഷമാണ് സിറ്റികളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങുന്നത് എന്നും ഹെൻറി പെർണെ പറയുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ട്രേഡ് റൂട്ട്സ്, അതായത് പുതിയൊരു ട്രേഡ് റൂട്ട്സ് ഉണ്ടാകുന്നു. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പുതിയ ട്രേഡ് റൂട്ട്സ് ഉണ്ടാകുന്നു. ഏതിന്റെ ഫലമായിട്ട്? ഓർബനിസത്തിന്റെ ഫലമായിട്ട് പുതിയ ട്രേഡ് റൂട്ട്സ് ഉണ്ടാകുന്നതായിട്ടും ആര് മെൻഷൻ ചെയ്യുന്നുണ്ട്? ഹെൻറി പെർണെ മെൻഷൻ ചെയ്യുന്നത്. അതായത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പുതിയ ട്രേഡ് റൂട്ട്സ് അർബനിസത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നുണ്ട് എന്നാണ് ഹെൻറി പെർണെ അഭിപ്രായപ്പെടുന്നത്. റൂട്ട് സൈഡ്സ്, അതായത് കുരിശുയുദ്ധത്തിന്റെ കാലത്തിൽ പുതിയ ട്രേഡ് റൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് കരമാർഗമുള്ള വാണിജ്യങ്ങൾ ഇല്ലാതായതിന്റെ ഫലമായിട്ടും കരമാർഗവും അതുപോലെ തന്നെ മറ്റു ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചില പുതിയ ട്രേഡ് റൂട്ട്സ് ഇക്കാലത്ത് ഉണ്ടാക്കിയതായിട്ടും ആര് പറയുന്നുണ്ട്? നമ്മുടെ ഹെൻറി പെർണെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിൽ ഫ്യൂഡലിസം ഡിക്ലൈൻ ആയതും പറയുന്നുണ്ട്. ഫ്യൂഡലിസം എന്നത് നമുക്കറിയാം, ഫ്യൂഡ് എന്ന പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉണ്ടായത്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ആ ഒരു ഫ്യൂഡലിസം ഡിക്ലൈൻ ആയതായിട്ടും ഹെൻറി പെർണെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ മാക്സ് വെബറിലേക്ക് കടന്നു വരികയാണ്. മാക്സ് വെബർ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലൈഫ് ഓഫ് ലോൺലി ക്രൗഡ്സ് ആണ്. അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചാണ് ഹെൻറി പെർണെ പ്രത്യേകിച്ചുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതായത് ആ ഒരു കൂട്ടം ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്, അതായത് അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരിൽ എങ്ങനെയാണ് സമൂഹത്തിൽ ബന്ധങ്ങൾ നിലനിർത്തിയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? മാക്സ് വെബർ എന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്നത്. ഹെൻറി പെർണെ പുതിയ ട്രേഡ് റൂട്ട്സ്, ക്രൂസേഴ്സിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങൾ, ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ മാക്സ് വെബർ മുന്നോട്ടേക്ക് വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ലോൺലി ക്രൗഡ്സ്, അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരെങ്ങനെയാണ് സമൂഹമായിട്ട് ഒരു ബന്ധം പുലർത്തിയത്, എങ്ങനെയാണ് എക്കണോമിക്സ്, അവരുടെ സാമ്പത്തിക ബന്ധങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ മാക്സ് വെബർ തന്റെ ആശയം ഈ മേഖലയിലാണ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിച്ചാൽ റിനൈസൻസിനെ കുറിച്ചാണ്. റിനൈസൻസ് എന്ന് വിചാരിച്ച ഒരു നവോത്ഥാനമാണ്. അതായത് നമ്മുടെ ഗ്രീക്ക് ആൻഡ് റോമൻ ചിന്തയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു എഴുത്തിലുണ്ടായിരുന്ന ഒരു പുത്തൻ കാലത്തെ, അല്ലെങ്കിൽ ആ ഒരു പുതിയ കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ നവോത്ഥാനം ഇന്ത്യയിലും അതേപോലെ തന്നെ അറബ് വേൾഡിലും ഉണ്ടായതായിട്ട് ഇദ്ദേഹം പറയുന്നു. അതിന്റെ ഫലമായിട്ടാണ് അർബനൈസേഷൻ വന്നത് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് റിനൈസൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ റിനൈസൻസിന്റെ ഫലമായിട്ട് ഇന്ത്യയിലും അറബ് വേൾഡിലും ഇത്തരത്തിലുള്ള അർബനൈസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡോമിനേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പവറിനെ കുറിച്ചും ഇദ്ദേഹം പറഞ്ഞു. അതായത് ആദ്യകാലത്ത് നമ്മളെ രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. ആ രാജാവിന്റെ അധീനതയെ അവര് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, രാജാവ് പറയുന്ന, അതായത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് രാജാവാണ് സോൾവ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പവറിനെ കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിനൈസൻസ് സിറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത് നമ്മുടെ മെർച്ചന്റ്സ് അസോസിയേഷനും കിങ്സും ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ കിങ്സ് തുടങ്ങിയവരാണ്. ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അല്ലെങ്കിൽ പവർ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മെർച്ചന്റ് അസോസിയേഷനും കൺട്രോൾ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ റിനൈസൻസ് സിറ്റിനെ കൺട്രോൾ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന
നമ്മുടെ കിങ്സ്, പ്രീസ്റ്റ് തുടങ്ങിയവരാണ്. അതേപോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു സാധാരണ ജനങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പറയേണ്ട വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഉന്നത വിഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തെ പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ, ബാഗ്ദാദ്, ഡൽഹി, ബീജിംഗ് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു. എന്നാൽ ഒരു 100 വർഷക്കാലം പ്രധാനപ്പെട്ട സിറ്റിയായി അറിയപ്പെടുന്നത് നമ്മുടെ ന്യൂയോർക്കിനെയാണ്. ന്യൂയോർക്ക് എന്ന് വിചാരിച്ചാൽ ഇമ്പോർട്ടന്റ് സിറ്റി ആയിട്ടാണ് ഈ ഒരു കാലഘട്ടം പറയപ്പെടുന്നത്. പ്രീ മോഡേൺ സിറ്റീസ് ആർ പാരാസിറ്റിക് എന്ന് പറയുന്നത്. പാരാസിറ്റിക് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു വ്യക്തിയുടെ സഹായം, ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിലൊരു കാര്യത്തെയാണ് പാരാസിറ്റിക് എന്ന് പറയുന്നത്. അതായത് പ്രീ മോഡേൺ സിറ്റി എന്ന് പറയുന്നത് പാരാസിറ്റിക് ആണ്. അതായത് നമുക്ക് മറ്റൊരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് മോഡേൺ സിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പറയുകയാണ് സ്റ്റഡി ഓഫ് അർബനിസം ഇൻ ദി USA എന്ന്. USA-ലും അർബനിസം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ അർബനിസത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് വന്നത്. ചിക്കാഗോയിലാണ് നമുക്ക് ഈ ഒരു അർബനിസം, അതായത് USA-യിലെ ചിക്കാഗോ എന്ന പ്രദേശത്താണ് ഈ ഒരു അർബനിസത്തിന്റെ എക്സ്പെരിമെന്റ്, അതായത് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ധാരാളം മെഷർമെന്റ് അതേപോലെ തന്നെ ധാരാളം ഗുണമേന്മയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത്. അതായത് ചിലപ്പോൾ അവിടെ ആർട്ടിഫാക്ട്സ്, ഫുഡിന്റെ അത്തരത്തിലുള്ള നമുക്ക് അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങളിലൂടെയാണ് ഇത്തരത്തിലൊരു അർബനിസം USA-യിൽ നിലനിന്നിട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോഗ്രഫിക് ആൻഡ് മെറ്റീരിയൽ എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മെറ്റീരിയൽ, നല്ലൊരു മെറ്റീരിയൽ എൻവയോൺമെന്റ് ഉണ്ടാണെങ്കിൽ ആ സിറ്റി കുറച്ച് പുരോഗമനം ഉണ്ടായിരിക്കണം. നമ്മൾ റൂറൽ മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നല്ല മെറ്റീരിയൽ എൻവയോൺമെന്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവിടുത്തെ ജനങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. സോ അതുകൊണ്ട് അവിടെ ഒരു മെറ്റീരിയൽ എൻവയോൺമെന്റ് ഉണ്ടാവില്ല. എന്നാൽ USA-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ നല്ലൊരു മെറ്റീരിയൽ എൻവയോൺമെന്റ് ഇവർക്ക് കാണാൻ പറ്റും. ജോഗ്രഫിനും കുറച്ച് മുന്നോട്ടായിട്ട് നിലനിൽക്കുന്നത്. അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഇവർ ചില സാധനങ്ങൾ കെട്ടിപ്പടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയൽ എൻവയോൺമെന്റ് ഇവർക്ക് ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ അർബനിസം എന്നൊരു കോൺസെപ്റ്റ് USA-ലും ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂയിസ് വെർത്ത് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ അർബനിസം എന്ന് പറയുന്നത് സോഷ്യോ സൈക്കോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ടേംസ് ആണ്, ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ ആണെന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ മനഃശാസ്ത്രപരമായ ഒരു ചരിത്ര ഘടനയാണ് നമ്മൾ എന്ത് പറയുന്നത്, അർബനിസം എന്ന് പറയുന്നത് എന്നാണ് ലൂയിസ് വെർത്ത് പറയുന്നത്. ലൂയിസ് വെർത്തിന്റെ അഭിപ്രായത്തിൽ അർബനിസം എന്നത് സോഷ്യോ സൈക്കോളജിക്കൽ ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അർബനിസം എന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചറിലുള്ള ചേഞ്ച് ആണ്. അതായത് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് കുറച്ച് പുരോഗമനപരമായ ജനങ്ങളിലേക്കുള്ള ഒരു മാറ്റം. അതായത് നമുക്ക് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിൽ പരം ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്നുണ്ടാവും. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അപ്പുറം ചില കാര്യങ്ങൾ കൂടി നേടിയെടുക്കാൻ പറ്റുക എന്നൊരു മാറ്റത്തിലേക്കുള്ള വഴിത്തിരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർബനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു കൾച്ചറൽ എക്കോളജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതായത് നമ്മുടെ സാംസ്കാരികമായ ഭൂമിശാസ്ത്രത്തെ അല്ലെങ്കിൽ ആ ഒരു നമ്മളെ സാംസ്കാരികമായ ചില മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഏർബനിസം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ നമ്മളെ എൻവയോൺമെന്റൽ സ്റ്റഡി മാറ്റങ്ങളുണ്ടാകും, അതേപോലെ തന്നെ ടെക്നോളജിയിലെ മാറ്റങ്ങളുണ്ടാകും, സോഷ്യൽ സ്ട്രക്ചറിലെ മാറ്റങ്ങളുണ്ടാകും, മനുഷ്യരിലും മാറ്റങ്ങളുണ്ടാകും. ഈ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ട്, അതായത് കൾച്ചറൽ എക്കോളജിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലം പ്രധാനമായിട്ടും പ്രതിനിധീകരിക്കുന്നത് ഹ്യൂമൻസ്, അതായത് മനുഷ്യനിലും അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ, ടെക്നോളജി, എൻവയോൺമെന്റ് എന്നിവയിലാണ്. നമ്മളെ ആദ്യകാലത്തെ അർബനൈസേഷൻ പ്ലേസ് എന്ന് പറയുന്നത് സുമർ, ഈജിപ്ത്, ഇൻഡസ് വാലി തുടങ്ങിയവയാണ്. എന്നാൽ നമ്മുടെ ഇൻഡസ് വാലിയുടെ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡീക്കേക്ക് കാരണമായത് ചില എക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മരങ്ങളുടെ വെട്ടിവീഴ്ച, അതുപോലെ തന്നെ നദികളുടെ ശരിയായ ഒഴുക്കില്ലായ്മ, നദികൾ വളഞ്ഞും തിരിഞ്ഞു ഒഴുകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ് വാലിയുടെ ഡീക്കേക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്കോളജിക്ക് ഒരു അർബനിസം രൂപപ്പെടുന്നതിന് പ്രധാന പങ്കുണ്ട് എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് ജാക്കബ്സൺ ആൻഡ് ആഡംസ് പറയുന്നുണ്ട് ആസ് എ വാട്ടർ ഇറിഗേഷൻ, അതായത് വാട്ടർ ഇറിഗേഷന്റെ ഫലമായിട്ട് സുമേറിയൻ സിറ്റീസ് വാട്ടർ ഇറിഗേഷന്റെ ഫലമായിട്ട് നശിച്ചു പോയതായിട്ടും പറയുന്നുണ്ട്. അതായത് ഈ വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡ്സ് അതേപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിച്ചത്. എന്നാൽ വാട്ടറിന്റെ ഫലമായിട്ട് അല്ലെ വാട്ടർ ഇല്ലാതിരിക്കുമ്പോൾ വാട്ടറിന്റെ
ഒരിക്കൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായും ആ ഒരു നഗരത്തെ അല്ലെങ്കിൽ തീർച്ചയായും ആ ഒരു അർബനൈസത്തെ ബാധിക്കും. ആ ഒരു ആശയമാണ് ജേക്കബ്സ് ആൻഡ് ആഡംസ് എന്ന വ്യക്തി മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ഇംബാലൻസ് ആണെന്നും പറയുന്നുണ്ട്. അതായത് ഈ വാട്ടർ കരകവിഞ്ഞൊഴുക്ക് അല്ലെങ്കിൽ ശരിയായ ദിശയിലല്ലാത്ത ഒഴുക്ക് തുടങ്ങിയവയൊക്കെ തന്നെ നമ്മുടെ അർബൻ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം ഇല്ലാതാകാൻ ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അർബനിസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് മാറിയാൽ നമ്മുടെ എന്ത് സംഭവിക്കും? അർബനിസം ഇല്ലാതാകാനുള്ള കാരണമാകുന്നുണ്ട്. അതായത് നമ്മുടെ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷന് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡിങ് തുടങ്ങിയവ. അതായത് ഇൻഡസ് വാലിന്റെ ചേഞ്ചസ് തുടങ്ങിയവയൊക്കെ തന്നെ നമ്മളെ എന്തിന് കാരണമായിട്ടുണ്ട്? ഹരപ്പന്റെ കാരണമായിട്ട്. അതുകൊണ്ട് ഇത് ഒരു എക്സാമ്പിൾ ആണ്. നാച്ചുറൽ അതായത് നമ്മുടെ എക്കോളജി എന്ന് പറയുന്നത് ഏർബനിസത്തിന്റെ പ്രധാന ഘടകമാണ് എന്നതിനെ കുറിച്ച്. അർബനിസം ആൻഡ് മോഡേണിസം. നമുക്കറിയാം അർബനിസം നമുക്ക് എന്തിലേക്ക് നയിക്കും? ആധുനികതയിലേക്ക് നയിക്കും. അതിൽ ഒരു സംശയമില്ല. കാരണം ഒരു മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ, ആ മനുഷ്യന്റെ ചിന്തകൾ പുരോഗമിക്കുമ്പോൾ, വസ്ത്രധാരണ രീതി പുരോഗമിക്കുമ്പോൾ തീർച്ചയായും അത് എന്തിലേക്ക് നയിക്കും? ഒരു മോഡേണിറ്റി അല്ലെങ്കിൽ ആധുനികതയിലേക്ക് നയിക്കും. കാരണം ഒരു ഹോമോജിനിറ്റിയിൽ നിന്ന് അവർ എന്തിലേക്ക് വരുന്നു? ഹെട്രോജിനിറ്റിയിലേക്ക് വരുന്നു. വ്യവസായങ്ങളുടെ ഉപഭോഗം എന്തായിരുന്നു? വർദ്ധിക്കുന്നു. സോ അവിടെ എന്തായിരിക്കും മാറും? അർബനിസം ഒരു മോഡേണിറ്റിയിലേക്ക് നയിക്കും. അവിടെ നമ്മൾ ധാരാളം ബിൽഡിങ്സ് പണിയും, അതേപോലെ തന്നെ ടൗൺസ് ഉണ്ടാക്കും. അതൊക്കെ തന്നെ അർബനിസം മോഡേണിറ്റിയിലേക്ക് വഴിതെളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊരു പവർ ഷിഫ്റ്റ് ആയിരുന്നു. കാരണം ട്രഡീഷണൽ നിന്നും ഒരു ഡെമോക്രാറ്റിക്കിലുള്ള ഒരു പവർ ഷിഫ്റ്റുമായിട്ട് നമുക്ക് ഏർബനിസത്തെ കാണാം. ഏർബനിസം മോഡേണിറ്റിയിലേക്ക് എത്തുമ്പോൾ അതൊരു പവർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ആദ്യകാലത്ത് രാജാവാണ് ഭരിച്ചിരുന്നെങ്കിൽ പിന്നെ അത് ഡെമോക്രാറ്റി, ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഭരണമായിട്ട് മാറുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഏർബനിസത്തെ അല്ലെ മോഡേണിറ്റിന്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് റോഡ്, സ്ട്രീറ്റ് എന്നിവയൊക്കെ തന്നെ മാറാനും അതിൽ പുരോഗമനം ഉണ്ടാകാനും കാരണമാകുന്നത്. നമ്മളെ ഏർബൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ടേൺ എന്ന് പറയുന്നത്. ഏർബൻ ഹിസ്റ്ററി ഉറപ്പായും നമുക്കൊരു കൾച്ചറൽ ടേൺ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഒറ്റപ്പെട്ട ജീവിതം അല്ലെങ്കിൽ നമ്മള് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള റിലീജിയന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിലും ഉപരി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം എടുത്ത് ചെലവാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു കൾച്ചറൽ ടേൺ ആണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ ഒതുങ്ങി ജീവിക്കുന്നതിന് പകരം ആ ഒരു വ്യക്തി പുറം രാജ്യങ്ങളിൽ എത്തുമ്പോൾ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കൾച്ചറൽ ടേൺ ഉണ്ടാവും. ആ വ്യക്തിയുടെ ഫുഡ് ഹാബിറ്റ് മാറുന്നു, അതേപോലെ തന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറുന്നു, സംസ്കാരങ്ങൾ മാറുന്നു, അതേപോലെ റിലീജിയസ് മാറുന്നു, എല്ലാം മാറുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു കൾച്ചറൽ ടേൺ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ധാരാളം അറിവ് ലഭിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പൊളിറ്റി, അതേപോലെ തന്നെ എക്കണോമി തുടങ്ങിയവയിലൊക്കെ മാറ്റം ഉണ്ടെന്ന് വ്യക്തി സമൂഹത്തിൽ ഇടപെടലിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാകും. മൈക്രോ ഹിസ്റ്ററി ഓഫ് ലോക്കാലിറ്റി ആണ്. ആദ്യകാലത്തിൽ ജെൻഡർ, സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിഭാഗം അറിയപ്പെടുന്നു. അത് ഒരു മേജർ കൺസേൺ ആയിരുന്നു. കാരണം ജെൻഡർ, സെക്ഷുവാലിറ്റി എന്നിവയെ പറ്റി ധാരാളം പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ കേന്ദ്രീകരിച്ച് ധാരാളം ഡ്രാമാസ്, അതേപോലെ തന്നെ അർബൻ ലൈഫ് അൺഫോൾഡഡ് എന്ന് പറയുന്ന രീതിയിൽ ധാരാളം ഡ്രാമാസ് അറിഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതായത് ക്ലാസ്, റേസ്, ജെൻഡർ, സെക്ഷുവാലിറ്റി എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം ഡ്രാമാസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായതായിട്ട് ആ ഒരു കാലത്ത് പറയുന്നുണ്ട്. 1970s ആരംഭത്തിലാണ് ഇത്തരത്തിൽ മസ്കുലിനിറ്റി, അതായത് പുരുഷ കേന്ദ്രീകൃതം എന്നൊരു ആശയം വന്നത്. പുരുഷനെ അനുസരിച്ച് ജീവിക്കുക, പുരുഷൻ പറയുന്നതാണ് എല്ലാം എന്നൊരു കാലത്തിലെത്തുക. എന്നാൽ ആദ്യ കാലഘട്ടത്തില് നമ്മളെ ജെൻഡർ എന്ന് പറയുന്ന ആബ്സെന്റ് ആയിരുന്നു. അർബൻ സ്റ്റഡീസിൽ ആബ്സെന്റ് ആയ കാലഘട്ടമാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത്. എന്നാൽ 1970 ആകുമ്പോഴേക്കും നമ്മൾ മസ്കുലിനിറ്റി, പുരുഷ കേന്ദ്രീകൃതം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പഠനത്തിലേക്ക് വരികയുണ്ടായി. പിന്നീടാണ് മെയിൽ ഡോമിനേറ്റഡ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. എന്താണ് മെയിൽ ഡോമിനേറ്റ്? ഡൊമസ്റ്റിക്കിൽ നിന്ന് മെയിലിലേക്ക് എത്തുന്ന ആ ഒരു കാലഘട്ടം. പിന്നീട്
സ്ത്രീയുടെയും പുരുഷന്റെയും എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ റോൾസ് എന്നത് ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു കൾച്ചറൽ ടേൺ ആണ്. കാരണം ഒരു വ്യക്തിയുടെ ഫാമിലിയിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതൊരു കൾച്ചറൽ ടേൺ ആയിരുന്നു. അർബനിസം എന്നത് ഒരു കൾച്ചറൽ ടേൺ ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി, അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് തുടങ്ങിയവ ഗവൺമെന്റ് അംഗീകരിക്കാനും തുടങ്ങി. സോ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, ഇതെന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ടേൺ തന്നെയാണ്. കാരണം നമ്മൾ ഒരു വിഭാഗത്തിൽ നിന്ന്, അതായത് നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഡ്രസ്സിങ്, വസ്ത്രധാരണ രീതി എന്നിവയെല്ലാം മാറുകയാണ്. സോ ഇതെന്താണ്, ഒരു കൾച്ചറൽ ടേൺ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാല്, സ്റ്റേറ്റ് ദ ചീഫ് മാർക്കേഴ്സ് ഓഫ് അർബൻ സെന്റർ. അർബൻ സെന്ററിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമ്മൾ വാദിക്കലാണ്. പിന്നെ വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഇൻവോൾവ് ക്രിയേഷൻ ഓഫ് സർപ്ലസ്. സർപ്ലസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. മിച്ചോത്പാദനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. പിന്നെ വാട്ട് ഈസ് അർബൻ ഹിസ്റ്ററി. എന്താണ് അർബൻ ഹിസ്റ്ററി? ഒരു സമൂഹം ആദ്യം തന്നെ ഒരു അർബൻ ഹിസ്റ്ററി ആയി മാറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സമൂഹം ആദ്യം തന്നെ ഒരു അർബൻ ആവുന്നു മാറുന്നില്ല. അത് റൂറൽ നിന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അർബനിലേക്ക് എത്തുന്നത്. ആ അർബനിലേക്ക് എത്താൻ അതിനെ സഹായിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് നമ്മുടെ വാട്ട് ഈസ് അർബൻ ഹിസ്റ്ററി എന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ട കാര്യം. പിന്നെ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ഫോർ ദി സ്റ്റഡി ഓഫ് അർബനിസം. നമ്മൾ പറഞ്ഞു നമ്മൾ റൂറലും അർബനും കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യം. കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് റൂറലിൽ നിന്ന് അർബനിലേക്ക് എത്തുമ്പോൾ അവരുടെ സ്വഭാവം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയവയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നത് പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ നമ്മുടെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അടുത്തത് വരുന്നത് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ദി എമർജൻസ് ഓഫ് അർബൻ ഹിസ്റ്ററി ഇസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ഓഫ് ഡിസ്ക്രൈബിംഗ് ഹിസ്റ്റോറിയോഗ്രാഫി. അതായത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ചരിത്ര രചനയിൽ എങ്ങനെയാണ് അർബൻ ഹിസ്റ്ററിയുടെ ഉത്ഭവം, എങ്ങനെയാണ് അത് ഉയർന്നു വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് ഹെൻറി ബെറൻ ആൻഡ് മാക്സ് വെബർ. നമ്മൾ പറഞ്ഞു ഹെൻറി ബെറനേന്റെയും മാക്സ് വെബറിന്റെയും അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ ഇപ്പം ഇതിൽ പറഞ്ഞതാണ്. കാരണം ഹെൻറി ബെറൻ എന്ന വ്യക്തി ഏതിനെയാണ് കേന്ദ്രീകരിച്ചത്, അതായത് ക്രൂസേഴ്സിന് ശേഷം ലാൻഡ്സ്കേപ്പിലും മറ്റും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ കുറിച്ചും തുടങ്ങിയ കാര്യങ്ങളാണ് ഹെൻറി ബെറൻ എന്ന വ്യക്തി പറഞ്ഞതെങ്കിൽ മാക്സ് വെബർ വിചാരിച്ച ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അർബനൈസത്തിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഹെൻറി ബെറൻ മുന്നോട്ടേക്ക് വെച്ചത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് വർ ദി ഇന്നോവേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചിക്കാഗോ സ്കൂൾ ഇൻ ദ സ്റ്റഡി ഓഫ് അർബനിസം. ഈ ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത് എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഉപയോഗിച്ചത്. നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ആർട്ടിഫാക്ട്സ് ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു വിഭാഗം പഠനം നടത്തിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഭാഗം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരപ്പൻ സമൂഹത്തിന്റെ തകർച്ചയ്ക്കുണ്ടായ കാരണം. അതുപോലെ തന്നെ എക്കോളജി ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്, ചിക്കാഗോ സ്കൂൾസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു മൈ ഡിയർ ലിസണേഴ്സ്.